ഹലോ ഗൈസ്, സുഖമാണോ? അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അച്ഛൻ കുറച്ച് പാലും പിന്നെ ശിവാനി പറഞ്ഞിട്ട് എന്തോ പേടയും ബജ്ജികളും അങ്ങനെ എന്തോ കുറച്ച് സാധനമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് പേട ശിവാൻ്റെ കൊടുത്തിട്ട് നേരെ മറ്റേ ബജ്ജിയൊക്കെ അമ്മയുടെ കൊണ്ട് കൊടുത്തു. അമ്മ ആ പൊതികെട്ട് നേരെ ഇന്ത്യയിലോട്ട് എടുത്ത് തന്നു. ഇല്ലെങ്കിൽ ഇവിടെ വിപ്ലവം ഉണ്ടാകും ഗൈസ്. എന്നിട്ട് അമ്മ നേരെ പാലും കൊണ്ട് അകത്തുമായിട്ട് ചായയുടെ കൊണ്ടുപോയി. പിന്നെ ശിവാനി പേട എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് പറഞ്ഞാൽ എനിക്ക് തന്നു. അത് കഴിച്ചു. പേടയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അടുക്കള ചെന്ന് നേരത്ത് അമ്മ ചായ ഉണ്ടാക്കുന്നു. പിന്നെ അച്ഛനൊരു നെയ്യപ്പത്തിൻ്റെ പകുതി, പിന്നെ ശിവാനിക്ക് ഒറ്റ പരിപ്പാട് ഉള്ളായിരുന്നു, കുറച്ച് പരിപ്പാട് അവൾക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഭാഗ്യത്തിന് അച്ഛൻ പറഞ്ഞു വേണ്ട. അത് പിന്നെ അടുക്കള ചെന്ന് നേരത്ത് അമ്മയ്ക്ക് മേടിച്ച് ഉഴുന്ന് വട ഇവളെടുത്ത് കഴിക്കുന്ന ഗൈസ്. എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഉടനെ ഇവൾ പറയണത് അമ്മയുടെയാണ്. അത് കഴിഞ്ഞ് പരിപ്പോടെ ഞാൻ കഴിക്കാൻ നേരത്ത് ഇതാണ് ഇവിടെ ഒരു സാധനം മേടിച്ചാലുള്ള കുഴപ്പം. അതിന്റെ ഇടിയാണ് അവിടെ കണ്ടിട്ട്. ഈ ഇടിയൊന്നും ഇതിന്റെ വലുത് ഇവിടെ ഉണ്ടാവും. ദൈവമേ, എനിക്ക് ചിന്തിക്കാൻ പോലും. അത് കഴിഞ്ഞാൽ അമ്മ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ചായ കുടിക്കത്തില്ല കഴിച്ചത് കാരണം എനിക്ക് അമ്മ ബൂസ്റ്റാണ് ഉണ്ടാക്കി കിടത്തുന്നത്. അങ്ങനെ ഞാൻ ബൂസ്റ്റും കുടിച്ചോണ്ടിരിക്കാൻ നേരത്ത് അവിടെ കിടന്ന ഒരാൾ ഒടിയും കളിക്കുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ, എന്നിട്ടും പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സ് തന്നെയാണ്. ഇതെൻ്റെ തലവഴി കൊണ്ട് ഷീറ്റൊക്കെ ഇട്ട് കാണിക്കുന്ന അഭിപ്രായം കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ബൂസ്റ്റൊക്കെ കുടിച്ച് പിന്നെ നമ്മളുടെ എണ്ണം കുറേ എന്തൊക്കെയോ കാക്കറിയൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകുന്നേരം എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കുറച്ച് വിശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.